അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, ചില ആൾക്കാർ പറയാറുണ്ട് ഞാൻ ലോട്ടറി എടുക്കുമ്പോൾ ഒരു നമ്പർ കൂട്ടിയെടുക്കും അല്ലെങ്കിൽ ഒരു നമ്പർ കുറച്ചെടുക്കും എന്ന് പറയാറുണ്ട്. അപ്പൊ ഈ ഒരു നമ്പർ കൂട്ടിയെടുക്കുക അല്ലെങ്കിൽ ഒരു നമ്പർ കുറച്ചെടുക്കുക എന്താണ് അതിന്റെ ഐഡിയ? അല്ലെങ്കിൽ കുറെ ആൾക്കാർ ഇങ്ങനെ ചില ആൾക്കാർ ഞാൻ കണ്ടിട്ടുള്ളതാ, അതായത് റിസൾട്ട് ഒക്കെ നോക്കിയിട്ട് ഇങ്ങനെ നോക്കും. ഇങ്ങനെ നോക്കിയതിനു ശേഷം ഒരു ടിക്കറ്റ് എടുത്തിട്ട് പോരും. അതെന്താണ്? ചില ആൾക്കാർ പറഞ്ഞു തന്നില്ല, എങ്കിലും നമുക്കറിയുന്ന ഒരു ഐഡിയ പറഞ്ഞുതരാം. സിമ്പിൾ ട്രിക്കാണ്. അപ്പൊ അത് ഒരു നമ്പർ കുറച്ചെടുക്കുക എന്ന് പറയുമ്പോൾ ഏത് നമ്പറിൽ നിന്നാണ് കുറച്ചെടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു നമ്പർ കൂട്ടിയെടുക്കുക എന്ന് പറയുമ്പോൾ ഏത് നമ്പറിൽ നിന്ന് കൂട്ടിയെടുക്കും. വെറുതെ ഇപ്പോൾ ഒരു 0 മുതൽ 9 വരെയുള്ള ടിക്കറ്റ് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് നമ്പറാണ് പറയുന്നത് കേട്ടോ. 0 മുതൽ 9 വരെ എന്ന് പറയുമ്പോൾ 10 നമ്പർ ഉണ്ടാവും. ഈ 10 നമ്പറിൽ ഇപ്പോൾ ഒരു നമ്പർ കൂട്ടിയോ ഒരു നമ്പർ കുറച്ചോ എടുക്കണമെന്നുണ്ടെങ്കിൽ ഏതാണ് എടുക്കേണ്ടത്? ഇപ്പോൾ 0 എടുക്കേണ്ടി വരും. അപ്പോൾ ഒരു നമ്പർ 0-നേക്കാളും കൂടുകയാണെങ്കിൽ 1 എടുക്കേണ്ടി വരും. 0-നേക്കാളും കുറയാനും പറ്റില്ല. അപ്പൊ അവിടുന്ന് അത് പറ്റില്ല. അപ്പൊ 1 എടുക്കുകയാണെങ്കിൽ ഒരു നമ്പർ 1, ലാസ്റ്റ് നമ്പർ 1 എടുത്തു, അതിനേക്കാൾ ഒരു നമ്പർ കുറച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് 0 എടുക്കാം. അങ്ങനെയാണെങ്കിൽ 0 മുതൽ 9 വരെ എല്ലാ നമ്പറും എടുക്കേണ്ടി വരും. കാരണം ഏതെടുത്താലും ഒരു നമ്പർ കൂടി കുറഞ്ഞെടുക്കാം. അപ്പൊ 3 എടുക്കുകയാണെങ്കിൽ നമ്മൾ 3 എടുക്കുന്നു, അതിനേക്കാൾ ഒരു നമ്പർ കൂട്ടി എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? 4 എടുക്കണം, അല്ലെങ്കിൽ ഒരു നമ്പർ കുറച്ചെടുക്കാൻ 2 എടുക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പിടുത്തം കിട്ടുന്നില്ല. എന്താണ് ഇതിന്റെ സംഭവം? അപ്പൊ ഒരു നമ്പർ കൂട്ടിയെടുക്കാം അല്ലെങ്കിൽ ഒരു നമ്പർ കുറച്ചെടുക്കാം. അതിന്റെ പിന്നിലെ കാരണം കൂടി അറിഞ്ഞാലേ നമുക്കത് എന്താണ് അങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ അങ്ങനെ എടുക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്താണ് അതിന്റെ കാരണം എന്നുള്ളത് നമുക്ക് റിസൾട്ട് എടുത്തിട്ട് വ്യക്തമായിട്ട് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് ഇനി മുതൽ ലാസ്റ്റ് നമ്പർ ഒരു നമ്പർ കൂട്ടിയോ കുറച്ചെടുക്കാം. അപ്പൊ അങ്ങനത്തെ ഒരുപാട് പ്രൈസുകൾ അടിച്ചു പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അടുത്തത് ഇതേപോലെ തന്നെ ഏത് നമ്പർ വരാൻ സാധ്യതയുണ്ടെന്ന് നമുക്കറിയാൻ പറ്റും. പക്ഷെ അതിന്റെ ഇടയിലുള്ള നമ്പറുകൾ നമുക്ക് പിടിയിട്ടില്ല. എങ്കിലും നമുക്ക് ഏകദേശം ഒരു കണക്ക് നമുക്ക് മനസ്സിലാകും. ഒരു നമ്പർ കൂട്ടിയോ കുറച്ചെടുക്കേണ്ടത് എങ്ങനെയാണ്, ഏതിലാണ്, എന്താണ് അതിന്റെ പ്രത്യേകത എന്നുള്ളത് റിസൾട്ട് എടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കാര്യം പിടിയിട്ടുള്ളൂ. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പൊ നമുക്ക് അങ്ങനത്തെ പാറ്റേണിലുള്ള നമ്പറുകൾ ആദ്യം ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പൊ ആദ്യത്തെ നമ്പർ ഇതാണ്. ഇതേ കണ്ടില്ലേ? ഈ ഒരു നമ്പർ ഓക്കെയാണ്. അതായത് എൻ്റെ കയ്യിൽ 1-ാം തീയതി വരെയൊക്കെ റിസൾട്ടിലുള്ളൂ. റിസൾട്ട് എൻ്റെ കയ്യിൽ 1-ാം തീയതി വരെ ഉള്ളൂ. ഇന്ന് ഏകദേശം 9-ാം തീയതിക്ക് ആയിട്ടുണ്ട്. 2, 3, 4, 5, 6, 7, 8 ഒരാഴ്ചത്തെ റിസൾട്ട് എൻ്റെ കയ്യിലില്ല. അതും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടൊക്കെ അടിച്ചിട്ടുണ്ടോ എന്ന് നോക്കാനും പറ്റുള്ളൂ. എങ്കിലും ഞാൻ ഇവിടുന്ന് വരെയുള്ള പാറ്റേൺ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ നമ്പറുകൾ ആദ്യം കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ആ പാറ്റേണിൽ പെട്ട നമ്പറുകൾ. ഒന്ന് ഇവിടെ ഉണ്ട്. പിന്നെ ഇത് അങ്ങനത്തെ ഒരു നമ്പറാണ്. ഇത് കണ്ടില്ലേ? താഴോട്ട് 2000-ലേക്ക് എടുക്കുന്നുണ്ട്. നമുക്ക് 2000-ലേക്കും അങ്ങനെ താഴോട്ട് നോക്കുന്നില്ല. ഇതും അങ്ങനത്തെ ഒരു നമ്പറാണ്. ഇതൊക്കെ നമുക്ക് മാർക്ക് ചെയ്ത് കാണിച്ചത് നിങ്ങൾക്ക്. അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ 5000-ത്തെ മാത്രം നിങ്ങൾക്ക് കാണിച്ചു തരാം. വേണമെങ്കിൽ 2000 നോക്കാന്ന് മാത്രം. അപ്പൊ അത് അങ്ങനത്തെ ഒരു നമ്പറാണ്. ആ പാറ്റേണിൽ പെട്ട നമ്പറാണ്. ഇതിനിപ്പോ ബാക്കോട്ട് വരികയാണെങ്കിൽ ഇതും അങ്ങനത്തെ ഒരു നമ്പറാണ്. ഇതും അങ്ങനത്തെ ഒരു നമ്പറാണ്. പിറ്റേ ദിവസം ഇനിയിപ്പോ അത് ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ 2000-ലേക്ക് നോക്കണമെന്നില്ല, എങ്കിലും ഒന്നുണ്ടേ കാണിച്ചില്ല. ഇവിടെ 2000-ലേക്ക് നോക്കുകയാണെങ്കിൽ ഇതും അങ്ങനത്തെ ഒരു ആ പാറ്റേണിൽ പറ്റുന്ന നമ്പറാണ്. ഇതും അങ്ങനത്തെ ഒരു നമ്പറാണ്. അപ്പൊ സ്ഥിരമായിട്ട് അങ്ങനത്തെ ഒരു നമ്പർ അടിക്കുന്നുണ്ട്. ഓക്കെ, സ്ഥിരമായിട്ട് അങ്ങനത്തെ ഓരോരോ നമ്പറുകൾ വന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ 0-ത്തിലാണ് തുടങ്ങുന്നതെങ്കിൽ ഈ നമ്പർ 0-ത്തിലാണ് തുടങ്ങുന്നതെങ്കിൽ കുഴപ്പമില്ല. ഇതും അങ്ങനത്തെ ഒരു പാറ്റേണിൽ നമ്പറാണ്. അതുപോലെ ഇതും അങ്ങനത്തെ ഒരു നമ്പറാണ്. പിന്നെ 2000-ലേക്ക് നോക്കുകയാണെങ്കിൽ ഇതും അങ്ങനത്തെ ഒരു നമ്പറാണ്. ഇതും അങ്ങനത്തെ ഒരു നമ്പർ തന്നെയാണ്. ഇതും അങ്ങനത്തെ ഒരു നമ്പർ തന്നെയാണ്. ഇതും അങ്ങനത്തെ ഒരു നമ്പർ തന്നെയാണ്. ആ ഒരു പാറ്റേണിൽ അടുപ്പിച്ച് 2000-ൽ 1, 2, 3, 4 നമ്പർ വന്നിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ നോക്കുകയാണെങ്കിൽ കുറെ നോക്കേണ്ടി വരും. ഇതും അങ്ങനത്തെ ഒരു നമ്പറാണ്. ഇതും അങ്ങനത്തെ ഒരു നമ്പർ തന്നെയാണ്. ഇതാണ് സംഭവം. ഇനി എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞുതരാം. ഇനി ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇതും അങ്ങനത്തെ ഒരു പാറ്റേണിലെ നമ്പറാണ്. ഇതും അങ്ങനത്തെ നമ്പറാണ്. ഇതും അങ്ങനത്തെ ഒരു നമ്പറാണ്. ഇതും അങ്ങനത്തെ ഒരു നമ്പറാണ്. കണ്ടല്ലോ? ഇതും അങ്ങനത്തെ ഒരു നമ്പറാണ്. ഇതും അങ്ങനത്തെ ഒരു നമ്പറാണ്. അതായത് ഞാൻ ഉദ്ദേശിച്ച പാറ്റേണിൽ പോകുന്ന നമ്പറാണ്. ഇനി ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിന്റെ പ്രത്യേകത എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയോ, നമ്മളൊരു ഈ 57-96 ഇതിൽ ആദ്യത്തെ നിങ്ങൾ 3 നമ്പർ ഒന്ന് കൂട്ടി നോക്കുക. ആദ്യത്തെ 3 നമ്പർ ഒന്ന് കൂട്ടി നോക്കുക. എത്ര കിട്ടുക? അതായത് 9-ഉം 7-ഉം 16. 16-ഉം 5 എത്ര? 21. അതായത് ആദ്യത്തെ 3 നമ്പർ കൂട്ടുമ്പോൾ 21 ആണ്. ഓക്കെ, 21 ആണ്. ഇനി
ഈ 3 നമ്പർ കൂട്ടുക. എത്രയാ? 9ഉം 7ഉം 16ആണല്ലോ. 16ഉം 6ഉം 22. കേട്ടാ, ഈ 3 നമ്പർ കൂട്ടുമ്പോൾ 22ആണ്. അപ്പൊ ഇവിടെ 21, 22 എന്നുള്ള ഒരു പാറ്റേൺ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 21, 22 എന്നുള്ള പാറ്റേൺ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഈ നമ്പറിൽ. അപ്പൊ ഏത് നമ്പർ നോക്കിയിട്ടാണ് ഒരു നമ്പർ കുറച്ചോ കൂട്ടിയോ എടുക്കാന്ന് പറയാൻ കാരണം എന്ന് പറയുന്നത്, ഈ നമ്പർ, അതായത് ഈ ഒരു 4 അക്ക നമ്പറിൽ ആദ്യത്തെ നമ്പർ 5 ആണെങ്കിൽ 5നേക്കാളും ഒരു നമ്പർ ഇവിടെ കൂട്ടിയെടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ഒരു നമ്പർ കുറച്ചെടുക്കാം. മനസ്സിലായില്ലേ? ഏതെടുക്കണം? അതായത് ഈ 5നേക്കാളും ഒരു നമ്പർ കൂട്ടിയെടുക്കുക, അല്ലെങ്കിൽ 5നേക്കാളും ഒരു നമ്പർ കുറച്ചെടുക്കുക. അപ്പൊ 5നേക്കാളും ഒരു നമ്പർ കൂട്ടിയത് ഇവിടെ 6ആണ്. ഓക്കെയാണ്. ഇനി 5നേക്കാളും ഒരു നമ്പർ കുറച്ച് ഏതാ? 4ആണ്. അപ്പൊ ഇവിടെ 4 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നോക്കി നോക്കാം. 57, 94 ആണെന്ന് വിചാരിക്കുക. അതായത് ഇവിടെ 2നേക്കാളും ഒരു നമ്പർ കുറച്ച് 1 വന്നിട്ടുണ്ട. അതാണ് സംഭവം. ഇപ്പൊ ഇവിടെ 4 വരികയാണെങ്കിൽ എത്രയാന്ന് നോക്കി നോക്കാം. അതായത് ഇവിടുന്ന് നമ്മൾ മൊത്തം കൂട്ടുമ്പോൾ 21 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി 9ഉം 7ഉം 16ഉം ഇവിടെ 4ആന്ന് വിചാരിക്കുക. അപ്പൊ എത്ര? 20. വേണ്ട, അപ്പൊ നമുക്ക് 20 കിട്ടും. അപ്പൊ അങ്ങനെയാണെങ്കിലും അവിടെ 20, 21 എന്നുള്ള പാറ്റേൺ ഉണ്ട്. ഈ 3ൽ ഏത് വന്നാലും പാറ്റേൺ കറക്റ്റാണ്. കാരണം ആദ്യത്തെ 3 നമ്പർ 21 ആണെങ്കിൽ അവിടെ 22ന്റെ 22 കിട്ടാൻ ഇവിടെ 6 വന്നാലും ഓക്കെയാണ്. 21, 22 ഓക്കെയാണ്. 20 വന്നാലും അവിടെ 20, 21 എന്നുള്ള പാറ്റേൺ ഓക്കെയാണ്. അതാണ് ഈ ഫസ്റ്റത്തെ നമ്പറിനെക്കാളും ഒരു നമ്പർ കൂട്ടിയെടുക്കാം, അല്ലെങ്കിൽ ഫസ്റ്റത്തെ നമ്പറേക്കാളും ഒരു നമ്പർ കുറച്ച് ഇവിടെ 4 അല്ലെങ്കിൽ 6 എടുക്കാം. അതാണ് ഇതിന്റെ ഇത്. ഇനി നമുക്കിത് വില നോക്കി നോക്കാം. ഇവിടെ കുറഞ്ഞിട്ട് ഇതൊക്കെ കൂടി ഒരു നമ്പർ കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്, കണ്ട. പക്ഷെ ഈ നമ്പർ ഒരെണ്ണം കുറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്, കണ്ടില്ലേ? 7നേക്കാളും ഒരു നമ്പർ കുറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. അതാണ് ഈ അറ്റത്ത് കാണുന്ന ആദ്യത്തെ നമ്പറിനേക്കാളും ഒരു നമ്പർ കൂട്ടിയോ കുറച്ചോ എടുക്കുക. ഇതാണ് ഇതിന്റെ പ്രത്യേകത. വേറെ എവിടെയും നോക്കിയിട്ടല്ല നോക്കേണ്ടത്. 4 അക്ക നമ്പറുകൾ കാണുമ്പോൾ നമുക്ക് ഞാനൊരു ടിക്കറ്റ് കാണിച്ചു തരാൻ വേണ്ടി എടുത്തിട്ടുണ്ട്, എങ്കിലും ഞാൻ കാണിച്ചു തരാം. ഇതിന് പ്രൈസ് അടിച്ചിട്ടൊന്നുമല്ല, ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി എടുത്താണ്. നാളത്തെയാണ്. പെട്ടെന്ന് വേണമെന്ന് വെച്ചപ്പോൾ അന്നേരം കാട്ടത് നോക്കിയിട്ട് ഈ ഒരു നമ്പർ തന്നെ എടുത്തു. എന്താ കാരണം എന്ന് വെച്ചാൽ ഈ 5036 എന്ന് പറയുമ്പോൾ 5നേക്കാളും ഒരു നമ്പർ ഇവിടെ കൂട്ടി ഞാൻ എടുത്തു. എന്താ കാരണം? ഈ 3 നമ്പറും കൂട്ടുമ്പോൾ ഇവിടെ എത്രയാണ്? 5, 3, 8ആണ്. ഓക്കെ. അപ്പൊ ഇനി അടുത്തത് ഈ 3 നമ്പറും കൂട്ടുമ്പോൾ ഇവിടെ എത്ര കിട്ടണം? 8, 9 കിട്ടിയാൽ മതി. അപ്പൊ 8ഉം 9 എന്നുള്ള നമ്പർ ഇതിലുണ്ട്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ 5നേക്കാളും ഒരു നമ്പർ കുറച്ചെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ 4ആണ് കിട്ടുക. 4ആണെങ്കിൽ കുഴപ്പമില്ല. 4, 3, 7, ഇവിടെ 5, 3 8. അപ്പൊ 7, 8 എന്നുള്ള പാറ്റേണും കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ 6 എടുക്കുകയാണെങ്കിൽ അവിടെ 8, 9 എന്നുള്ള പാറ്റേൺ ഉണ്ടാവും. ഈ ഒരു നമ്പർ സെൻട്രലിലത്തെ, അതായത് ഇവിടുന്ന് നമ്മൾ 4 അക്ക നമ്പറിന്റെ ആദ്യത്തെ നമ്പറിനെക്കാളും ഒരു നമ്പർ കൂട്ടിയോ കുറച്ചോ എടുക്കുക. ഇതാണ് ഇതിന്റെ സീക്രട്ട്. അതിനെ നോക്കിയിട്ടാണ് നമ്മൾ പല ആൾക്കാരും പറയുന്നത് ഒരു നമ്പർ കൂട്ടിയോ കുറച്ചോ എടുക്കുക എന്നൊക്കെ പറയുന്നത്. ഇനി നമുക്ക് ഇങ്ങനത്തെ ബ്ലോക്കുകൾ എല്ലാ ടിക്കറ്റിലും പോയിട്ട് ഒരു നമ്പർ കുറച്ചും കൂട്ടി എടുത്താൽ അടിക്കണമെന്നില്ല. അപ്പൊ 5000 അല്ലെങ്കിൽ 2000 അടുത്ത ചാൻസ് ഏത് വരും എന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ അടിച്ച നമ്പറിൽ തന്നെ നോക്കാം. അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ 5, 6 എടുത്തതിൽ ഒരു ഗുണവുമില്ല. എന്താ കാരണം വെച്ചാൽ എൻ്റെ റിസൾട്ട് ഒന്നുമില്ല. 5, 6, അതായത് ഇവിടെ ഒരു 5ഉം കൂടെ 6ഉം വരുന്ന നമ്പറുകളൊക്കെ അടിച്ചു പോയി. ഇനി ഇത് അടിക്കുന്ന എനിക്ക് ഒരു ഉറപ്പൊന്നുമില്ല. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി എടുത്തെന്ന് മാത്രം. അതും ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. വലിച്ചു വരുന്ന ഞാൻ ടിക്കറ്റ് എടുക്കാറില്ല. ഞാൻ എടുക്കും വേണ്ട. ഓക്കെ. അപ്പൊ ഇവിടെ നമുക്ക് അടുത്ത നമ്പർ ഏത് വരും എന്നുള്ളത് ഇപ്പൊ അടിച്ചതിൽ തന്നെ നോക്കാം. ഇപ്പൊ 5, 6ലാണ് അടിച്ചിട്ടുള്ളതെങ്കിൽ അടുത്ത നമ്പർ 6, 7 മനസ്സിലായ? അടുത്ത നമ്പർ വരാൻ സാധ്യതയുള്ളത് 6, 7 6. ഫസ്റ്റത്തെ നമ്പർ 6 ലാസ്റ്റ് നമ്പർ 7 ഇടയിലത്തെ നമ്പർ നമുക്ക് കിട്ടുന്നില്ല. അവിടെയാണ് ട്വിസ്റ്റ്. അപ്പൊ നമുക്ക് 6, 7 അടിച്ചിട്ടുണ്ടോ നോക്കാം. ഇടയിലത്തെ നമ്പർ നമുക്ക് കിട്ടാൻ വഴിയില്ല. കാരണം അതിനെക്കുറിച്ച് ഒരുപാട് നോക്കാണ്ട്. നോക്കിയതിനു ശേഷം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ 6, 7 എന്ന് പറഞ്ഞാൽ ആ നമ്പർ അടിച്ചിട്ടുണ്ടോ എന്ന് നോക്കി നോക്കാം. നമ്മളിവിടെ നോക്കുന്നത് 27-ാം തീയതിയാണ്. ഈ നമ്പറിൽ നിന്നാണ് നോക്കിയിട്ടുള്ളത്. 6, 7 അടുത്ത നമ്പർ അടിച്ചിട്ടുണ്ടോ നോക്കാം. 1 ദിവസം കഴിഞ്ഞ്, 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു, 4 ദിവസം കഴിഞ്ഞു, 5-ാം ദിവസമാണ് അടിച്ചിട്ടുള്ളത്. 27-ാം തീയതി നോക്കിയിട്ട് ഇതേണ്ട. ഇവിടെ ഫസ്റ്റ് നമ്പർ 6ഉം ലാസ്റ്റ് നമ്പറും 7. ഇടയിലത്തെ നമ്പർ നമുക്ക് പിടിക്കാൻ പറ്റുന്നില്ല. അതിനെക്കുറിച്ച് ഒരുപാട് നോക്കാണ്ട്. ഓക്കെ. അപ്പൊ എന്തായാലും ഈ ഒരു നമ്പർ നമുക്ക് പിടിയിട്ടു. 6ലും 7ലും എന്തായാലും അടി വരുന്നത് മനസ്സിലാക്കാൻ പറ്റും. ഇതൊരു 5 ദിവസം കഴിഞ്ഞിട്ടാണ് അടിച്ചെങ്കിൽ മറ്റുള്ള നമ്പറൊക്കെ വേഗം അടിച്ചു പോയിട്ടാണ്. അപ്പൊ നമുക്ക് ഒന്നുകൂടി കാണിച്ചു തരാം. ഇപ്പൊ അടുത്തത് ഇത് നോക്കി നോക്കാം. ഇവിടെ നോക്കിയേ 7ലും 6ലും അടിച്ചിട്ടുണ്ടെങ്കിൽ അടുത്തത് 8, 7 അടി വരാൻ സാധ്യതയുണ്ട്. 8, 7 നമുക്ക് നോക്കി നോക്കാം. 27 ആണെങ്കിൽ നമുക്ക് 28 മുതൽ നോക്കി നോക്കാം. 8, 7 അടിച്ചിട്ടുണ്ടോ നോക്കി നോക്കാം. ഇതെവിടെ കണ്ടില്ലേ? 2 ദിവസം കഴിഞ്ഞപ്പോ തന്നെ ഇവിടെ 8, 7 അടിച്ചിട്ടുണ്ട്. ഇതെവിടെ ഫസ്റ്റത്തെ നമ്പർ 8, ലാസ്റ്റ് നമ്പർ 7. അപ്പൊ അത് അടിച്ചിട്ടുണ്ട്. നമുക്ക് വീണ്ടും അവിടെ തന്നെ നോക്കണം എന്നുണ്ടെങ്കിൽ 46.05 അടിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ അടുത്ത നമ്പർ 5, 6 അത് അന്നത്തെ ദിവസം തന്നെ അടിച്ചിട്ടുണ്ട്. 5, 6 അന്നത്തെ ദിവസം തന്നെ അടിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ നോക്കണ്ട. എങ്കിലും ചിലപ്പോൾ വൈകിയൊക്കെ വരാന്ന് മാത്രം.
നമുക്ക് അടുത്തതിൽ നോക്കാം. ഇപ്പൊ 8 9 വന്നു കഴിഞ്ഞാല് നമുക്ക് അടുത്ത നമ്പർ ഈ പറഞ്ഞ പോലെ 9 0 9 8 എന്ന് പറയാൻ പറ്റില്ല, അത് നോക്കണം. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ 8 9 അടിച്ചു കഴിഞ്ഞാൽ അടുത്തത് 9 8 9 ഇതേ നമ്പറിനെ ചിലപ്പോൾ തിരിച്ചു വരാൻ സാധ്യത തോന്നുന്നുണ്ട്. നോക്കി നോക്കാം. 8 9 അങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത്. എങ്കിലും അടുത്തത് നോക്കി നോക്കാം. നമുക്ക് അടുത്ത പേജിൽ നോക്കിയിട്ട് നോക്കി നോക്കാം. ഇവിടെ 30 24 വന്നിട്ട് ആദ്യത്തെ നമ്പറിനേക്കാൾ ഒരു നമ്പർ കൂട്ടിയത് എന്നുള്ളത്. അപ്പൊ അടുത്ത നമ്പർ നമുക്ക് നോക്കാം. ഈ നമ്പർ 4 ആവും, ഈ നമ്പർ 5 ആവും. അപ്പൊ 4 5 വീണ്ടും അടി വരുന്നത്. 4 5 ഇവിടെ ബാക്കിൽ അടിച്ചും പോയിട്ടുണ്ട്. ഇതല്ലേ അതിനുശേഷം അടിക്കും എന്നുള്ളത് 4 5 അടിച്ചിട്ടുണ്ട്. അതായത് 28 തീയതി ആണെങ്കിൽ ഇത് 28 തീയതിയാണ്. 28 29 30 31 തീയതിയാണ് അടിച്ചിട്ടുള്ളത്. 4 5 ഇവിടെ അടിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഓരോരോ നമ്പർ നമുക്ക് നോട്ട് ചെയ്യാന്ന് മാത്രം. ഈ നമ്പർ നോക്കുകയാണെങ്കിൽ അടുത്തത് 5 4 അടി വരുന്നത്. 5 4 ഇങ്ങനെ നോട്ട് ചെയ്യാം. ഓക്കെ, അതെ അത് 28 ആണെങ്കിൽ 29 തീയതി തന്നെ 5 4 അടി വന്നിട്ടുണ്ട്. 5 4 കാരണം 0 വിലയില്ല. 0 ഒരു നമ്പർ എന്തായാലും ഇവിടെ കുറച്ചെടുക്കാൻ പറ്റില്ല. അപ്പൊ ഈ 0 വന്ന ആ പാറ്റേൺ ഈ 3 നമ്പറിലേക്ക് കടത്തിയാൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ 5 4 അടി വന്നിട്ടുണ്ട്. അതുപോലെ വേറെ നമ്പർ നോക്കുകയാണെങ്കിൽ 5 4 അടിച്ചിട്ടില്ലേ? അതെ ഇവിടെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും അതെ 5 4 അടി വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് 2 നമ്പർ നോട്ട് ചെയ്യാൻ പറ്റും. കണ്ട, ഇപ്പൊ 42 83 അടിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും 5 4 അടി വരണം. 30 തീയതി ആണെങ്കിൽ ഇത് 1 തീയതിയിൽ തന്നെയാണ് 5 4 അടി വന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെ അടുത്ത നമ്പർ നമുക്ക് ഇവിടുന്ന് നോക്കുകയാണെങ്കിൽ 6 5 6 5 ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അത് 2 തീയതിയോ 3 തീയതിയോ 4 തീയതിയോ റിസൾട്ടിന്റെ കയ്യിലില്ല, 1 തീയതി വരയ്ക്കേ ഉള്ളൂ. അപ്പോ 2 3 4 5 6 7 8 റിസൾട്ട് ഒക്കെ ഉണ്ടാവുമല്ലോ. അതിൽ 6 5 അടിച്ചിട്ടുണ്ടോ നോക്കുക. ഇങ്ങനെ നമുക്ക് ഈ 2 നമ്പർ കിട്ടുന്നുള്ളൂ, ഇതിന്റെ ഇടയിലത്തെ നമ്പർ കിട്ടുന്നില്ല. അതിനെ കുറിച്ച് കുറെ നോക്കാണ്ട്. അപ്പൊ ഇതാണ് സംഭവം. ഈ ഫസ്റ്റ് കാണുന്ന 4 നമ്പറിന്റെ ആദ്യത്തെ നമ്പറിനെക്കാളും ഒരു നമ്പർ കൂട്ടിയോ കുറച്ചോ എടുക്കാം എന്ന് പറയുന്നതിന്റെ അർത്ഥം ഇതാണ്. ഇങ്ങനെ ഒരു പാറ്റേൺ അതിലുണ്ട്. ഓക്കെ, ഈ 3 നമ്പറും കൂട്ടുമ്പോൾ 9 5 14. അതേസമയം ഇവിടുന്ന് 3 നമ്പർ കൂട്ടുമ്പോൾ 0 കൂട്ടാൻ പറ്റില്ല, എങ്കിലും കൂട്ടുമ്പോൾ എത്രയാ 9 4 13. അപ്പൊ ഇവിടെ 13 14 എന്നുള്ള പാറ്റേൺ ഇതിലുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പൊ ഈ അറ്റത്തെ നമ്പർ നോക്കിയിട്ട് വേണം ഒരു നമ്പർ കൂട്ടിയോ കുറച്ചോ എടുക്കാൻ. ഓക്കെ, ബൈ ബൈ, സി യു. നിങ്ങൾക്ക് കാര്യം പിടിയിട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.